വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ വസിച്ചിരുന്നവരായിരുന്നു അപ്പുക്കുട്ടനും കുഞ്ഞൻ കുരങ്ങും. അപ്പുകുട്ടൻ നല്ല ഒരു കൃഷിക്കാരനായിരുന്നു. അവന് കൂട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പുകുട്ടൻ വലിയ ദുഃഖത്തിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശന്ന വയറുമായി ഒരു കുഞ്ഞു കുരങ്ങ് അപ്പുക്കുട്ടനെ തേടിയെത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആ കുഞ്ഞു കുരങ്ങ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. അപ്പുകുട്ടൻ ചോദിച്ചു, നീ ആരാണ്, എവിടെ നിന്ന് വരുന്നു? ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കുഞ്ഞു കുരങ്ങ് പറഞ്ഞു, ഞാൻ ഈ ഗ്രാമത്തിന്റെ അടുത്തുള്ള വനത്തിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളുടെ വാസസ്ഥലത്തു ക്രൂരനായ ഒരു ചെന്നായ വരികയും ആ വനത്തിലെ സകല മൃഗങ്ങളെയും കൊന്നു ഭക്ഷിക്കുകയും ചെയ്തു. അമ്മച്ചി മുയലിനെയും അണ്ണാറ കണ്ണനെയും മയിലമ്മയെയും മാനച്ചനെയും കൊന്നു. ചതിയിൽപ്പെടുത്തി എന്റെ അമ്മയെയും ചെന്നായ. കുഞ്ഞിക്കുരങ്ങിന് സങ്കടം കാരണം പറയാൻ കഴിയുമായിരുന്നില്ല. അവൻ വിതുമ്പി കരഞ്ഞു. അപ്പുകുട്ടൻ കുഞ്ഞിക്കുരങ്ങിനെ ആശ്വസിപ്പിച്ചു. ഭക്ഷണം നൽകി. സ്വന്തമായി ആരുമില്ലാതിരുന്ന കുഞ്ഞിക്കുരങ്ങിനെ അപ്പുകുട്ടൻ കൂടെ കൂട്ടി. അങ്ങനെ അവർ രണ്ടാളും നല്ല ചങ്ങാതിമാരായി. ഒരുപാട് കൃഷി ചെയ്തു. വാഴകൃഷിയിൽ കുഞ്ഞിക്കുരങ്ങ് വളരെ സമൃദ്ധനായിരുന്നു. തെങ്ങിൽ കയറുന്നതും തേങ്ങ ഇടുന്നതും അടക്ക പറിക്കുന്നതും ചക്ക ഇടുന്നതും ഒക്കെ കുഞ്ഞിക്കുരങ്ങായിരുന്നു. എന്നാൽ കുഞ്ഞിക്കുരങ്ങിന് വളരെ സങ്കടമായിരുന്നു. കുഞ്ഞിക്കുരങ്ങിന്റെ സങ്കടം കണ്ട് അപ്പുകുട്ടൻ പലപ്പോഴും കാരണം ചോദിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അപ്പുകുട്ടൻ നിർബന്ധിച്ചപ്പോൾ കുഞ്ഞിക്കുരങ്ങ് തന്റെ വിഷമതിന്റെ കാരണം പറഞ്ഞു. അവൻ അമ്മയെ കൊന്നതുപോലെ അവനെയും ചെന്നായി കൊല്ലും. അത് കേട്ട് അപ്പുക്കുട്ടന് വിഷമമായി. അപ്പുകുട്ടൻ കാട് വാഴുന്ന ക്രൂരനായ കാട്ടുചെന്നായിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനായി അപ്പുക്കുട്ടനും കുഞ്ഞിക്കുരങ്ങും കാട്ടിലേക്ക് പോയി. അവിടെ അവർ വേട്ടയാടുന്ന കാട്ടുചെന്നായിയെ കണ്ടുമുട്ടി. ക്രൂരനായ ചെന്നായ പിടിക്കാൻ അവൻ വേട്ടയാടുന്ന വഴിയിൽ അപ്പുകുട്ടൻ ഒരു മരച്ചില വളച്ച് കുടുക്കുണ്ടാക്കി. മാനിനെ ഓടിച്ചുവന്ന ചെന്നായ കുടുക്കിൽ കുടുങ്ങി. കുഞ്ഞിക്കുരങ്ങ് സന്തോഷത്താൽ തുള്ളിച്ചാടി. ആ കാട്ടിലെ മറ്റു മൃഗങ്ങളും ഓടിയെത്തി. എല്ലാവർക്കും സന്തോഷം. ചതിയൻ ചെന്നായ കുടുങ്ങിയതിൽ. ചതിയൻ ചെന്നായെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. അപ്പുക്കുട്ടനോട് തന്നെ രക്ഷിക്കാൻ താണ് കേണ് അപേക്ഷിച്ചു. അപ്പുക്കുട്ടൻ പറഞ്ഞു, ഈ വനത്തിൽ നിന്ന് ദൂരേക്ക് പോകണം. ഈ വനത്തിലെ മൃഗങ്ങളെ ഇനി ഒരിക്കലും ഉപദ്രവിക്കരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം രക്ഷിക്കാം. ചെന്നായ പറഞ്ഞു, ഞാനിനി ഈ വനത്തിൽ നിൽക്കില്ല. ദൂരേക്ക് പോയിക്കൊള്ളാം. എന്നെ രക്ഷിക്കൂ. അപ്പുകുട്ടൻ ചെന്നായെ രക്ഷിച്ചു. ചതിയൻ ചെന്നായ നാണം കെട്ട് തല താഴ്ത്തി ദൂരേക്ക് ഓടിപ്പോയി. അപ്പുക്കുട്ടനും കുഞ്ഞിക്കുരങ്ങും കൂട്ടരും സന്തോഷത്തോടെ അവിടെ ജീവിച്ചു. വണ്ടർ ലൈഫിന്റെ കഥ നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.